എന്ത് കാരണത്താലാണ് മഹാവിഷ്ണുവിനെ ഹരി എന്ന് വിളിക്കുന്നത്? ഹിന്ദുമതത്തിലെ പ്രാഥമിക ദൈവങ്ങളിൽ ഒരാളാണ് മഹാവിഷ്ണു. പ്രധാനപ്പെട്ട സ്ഥിതിയുടെ ദൈവമായിട്ടാണ് മഹാവിഷ്ണുവിനെ നാം കാണുന്നത്. വൈഷ്ണവ മതത്തിൽ മഹാവിഷ്ണു പരമോന്നത ദൈവമായും പരമാത്മാവായും കരുതപ്പെടുന്നു. വിഷ്ണുവിനെയോ അവതാരങ്ങളെയോ ആരാധിക്കുന്ന ഭക്തന്മാരുടെ ആത്മാവ് മരണാനന്തരം വിഷ്ണു സാരൂപ്യം നേടി വിഷ്ണുവായി തീരുമെന്നും വൈകുണ്ഠത്തിലെത്തിച്ചേരുന്നു, മഹാവിഷ്ണുവിങ്കൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്നു എന്നുമാണ് വിശ്വാസം. ബ്രഹ്മം എന്ന സങ്കല്പമായി മഹാവിഷ്ണു കരുതപ്പെടുന്നു. വിവിധ അവതാരങ്ങളാണ് വിഷ്ണുവിൻ്റെ പ്രത്യേകത. രാമൻ, കൃഷ്ണൻ, വരാഹം, നരസിംഹം, കൽക്കി തുടങ്ങി പ്രധാന അവതാരങ്ങൾ 10 ലോകത്തിലെ അധർമ്മത്തിൻ്റെയും ദുഷ്ടതയുടെയും നാശത്തിൻ്റെയും ശക്തികൾ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് വിശ്വാസം. ഹിന്ദുമതത്തിൻ്റെ സ്മാർത്ത പാരമ്പര്യത്തിൽ പഞ്ചയാതന പൂജയിൽ ആരാധിക്കുന്ന തുല്യമായ 5 ദൈവങ്ങളിൽ ഒരാളാണ് മഹാവിഷ്ണു. പരിപാലനത്തിൻ്റെ ദൈവം, സംരക്ഷണത്തിൻ്റെ ദൈവം, പ്രപഞ്ച നിയന്ത്രണം നടത്തുന്ന ദൈവം, മോക്ഷത്തിൻ്റെ ദൈവം എന്നിങ്ങനെ മഹാവിഷ്ണുവിനെ നാം കാണുന്നു. മഹാവിഷ്ണുവിനെ ഹരി എന്ന് വിളിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. പ്രാഥമികമായി, അതായത് ഒന്നാമതായി പറഞ്ഞാൽ, ശ്രീഹരി ഭക്തരുടെ വേദനകളും ദുഃഖങ്ങളും എടുത്തു കളയുന്നു അഥവാ ഹരണം ചെയ്യുന്നതിനാലാണ് ഹരി എന്ന് വിളിക്കുന്നു. ഇത് പരമസംഹിതയിൽ പറയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ശ്രീഹരി ദേവതകളെ നശിപ്പിക്കുന്നവനാണെന്നാണ് മറ്റൊരു കാരണം. ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും രുദ്രനെയും യമനെയും വരുണനെയും തന്നെ നശിപ്പിക്കുന്ന സംഹാരകനായതിനാലാണ് ശ്രീഹരി വിഷ്ണു എന്ന് അറിയപ്പെടുന്നത് എന്നത് പത്മപുരാണത്തിൽ പറയപ്പെടുന്നു. മഹാഭാരതത്തിലെ ഹരിവംശ പർവ്വത്തിൽ മഹാശിവൻ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നു, അതിനാൽ നിങ്ങളെ ഹരി എന്ന് വിളിക്കുന്നു. മറ്റൊരു കാരണം ശ്രീഹരി വിഷ്ണുവിൻ്റെ കപില വർണ്ണമാണ്. ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്: യജ്ഞങ്ങളിൽ ആവാഹിക്കപ്പെട്ടതിനാൽ എനിക്ക് സമർപ്പിക്കപ്പെട്ട വഴിപാടുകൾ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ നിറം ഹരിത് എന്ന രത്നത്തിൻ്റേതാണ്, അതുകൊണ്ട് എന്നെ ഹരി എന്ന് വിളിക്കുന്നു. മഹാഭാരതം ശാന്തി പർവ്വതത്തിലാണ് ഇപ്രകാരം പറയുന്നത്. ഇതെല്ലാമാണ് ശ്രീഹരി വിഷ്ണുവിനെ അങ്ങനെ വിളിക്കുവാനുള്ള കാരണം. മഹാവിഷ്ണുവിന് ഹരി എന്ന പേര് ഇപ്രകാരം ഉണ്ടായി എന്ന് പ്രതിപാദിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.